ഹലോ ഗെയ്സ്, ഐ ആം അൻസർ ഫ്രം ടീം ഇൻട്രോവേർട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ്. നമുക്ക് നോക്കാം അല്ലേ? ആർ യു റെഡി? സോ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. വാട്ട് ആർ ദ റീസൺസ് ഫോർ സീസണൽ ചേഞ്ചസ്? ഋതുക്കൾ മാറാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അതൊരു കോഡ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റീപ്പ ആപ്പ. റീപ്പ ആപ്പ. റീ ഫോർ റെവല്യൂഷൻ, പ ഫോർ പാരലിസം ഓഫ് എർത്ത് ആക്സിസ്, അപ്പ മീൻസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ഇനി മലയാളത്തിലാണെങ്കിൽ പരി, അച്ചു, സുവ. എന്താണ് ഒന്ന് ഒരുമിച്ച് പറഞ്ഞോളി. പരി, അച്ചു, സുവ. പരിക്രമണം, അച്ചുതണ്ടിന്റെ സമാന്തരത, സൂര്യന്റെ അയനം. അപ്പോ അതെന്താന്നുള്ളത് നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് പഠിക്കുക. ഇതാണ് കോഡ്. എന്ത് കൂടെ പറയൂ? റീപ്പ ആപ്പ. റീപ്പ ആപ്പ, പരി, അച്ചു, സുവ. ഇനി രണ്ടാമത്തേത് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, എന്താണ് ഇക്വിനോക്സസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിന്റർ ആൻഡ് സമ്മർ സോൾസ്റ്റിറ്റ്സ്? എന്താണ് വിഷുവങ്ങൾ, ഗ്രീഷ്മ അയനാന്തദിനവും ശൈത്യ അയനാന്തദിനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ചോദിക്കാവുന്നതാണ്. അത് പോയിന്റ് വൈസ് തന്നെയായിട്ട് നിങ്ങൾ പറയണം. എന്നാണ് ഇക്വിനോക്സസ്, ദെൻ അതുപോലെ തന്നെ വിന്റർ സോൾസ്റ്റിറ്റ്സും സമ്മർ സോൾസ്റ്റിറ്റ്സും, അതിൻ്റെ ഡേറ്റ്, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം, ഈ 3 ഡേയ്സിലും ഏത് സ്ഥലത്തായിരിക്കും എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആൻസർ ആയിരിക്കും. ദെൻ ഇനി മൂന്നാമത് ഇതിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് GMT, ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയാം. രണ്ടാമത്തേത് എന്താണ് IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താണ്? ദെൻ എന്താണ് ലോക്കൽ ടൈം? ഇത് 3 എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാർക്കിന് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് റീപ്പ ആപ്പ കോഡ് ഉപയോഗിക്കുക. ദെൻ ഇക്വിനോക്സസ്, വിന്റർ സോൾസ്റ്റിറ്റ്സ്, സമ്മർ സോൾസ്റ്റിറ്റ്സ് നിർബന്ധമായിട്ടും പഠിക്കുക. GMT, IST, അതുപോലെ തന്നെ ലോക്കൽ ടൈം. GMT എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, ഗ്രീൻവിച്ച് രേഖയിലെ സമയത്തെയാണ് നമ്മൾ GMT എന്നുള്ളത് വിളിക്കുക. ദെൻ IST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയത്തെയാണ് നമ്മൾ IST വിളിക്കുക. ലോക്കൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രാദേശിക സമയത്തെ നമ്മൾ ലോക്കൽ ടൈം എന്നുള്ളത് വിളിക്കും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് മാത്രമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് ഒന്ന് ഓടിച്ചു പോവാം. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സെർച്ച് ഓഫ് സോഴ്സസ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള, അല്ലെങ്കിൽ എലാബറേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു എന്താ പറയുക ചാപ്റ്ററും കൂടെയാണിത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതിനും ഞാൻ കോഡ് പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATH കോഡ്. ഇതിന്റെ ആൻസർ ATH. A ഫോർ ആൾട്ടിറ്റ്യൂഡ്, T ഫോർ ടെമ്പറേച്ചർ, ആൻഡ് ഹൈ ഫോർ ഹ്യൂമിഡിറ്റി, H ഫോർ ഹ്യൂമിഡിറ്റി എന്നുള്ളത് നമുക്ക് പറയാം. സോറി, അപ്പോൾ ഒന്നും കൂടി പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഫോർ ആൾട്ടിറ്റ്യൂഡ്, T ഫോർ ടെമ്പറേച്ചർ, ആൻഡ് H ഫോർ ഹ്യൂമിഡിറ്റി. ദെൻ അത് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഉയരം, അതുപോലെ തന്നെ താപനില, ആർദ്രത. ഇതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ദെൻ 6 മാർക്കിന് മിക്കവാറും ചോദിക്കുന്ന ചോദ്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്, അല്ലെങ്കിൽ പഠിക്കേണ്ട മേഖലയാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഏതൊക്കെയാണോ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നമുക്കറിയാം, ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. രണ്ടാമത്തേത് എന്താ ഉള്ളത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. മൂന്നാമത്തേത് ഏതാ ഉള്ളത്? സബ് പോളാർ ലോ പ്രഷർ ഉണ്ട്. നാലാമത്തേത് ഏതാ ഉള്ളത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. സോ ഇതിനെ കുറിച്ച് എന്താണോ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ളത്, അത് essay ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ 6 മാർക്ക് നിങ്ങൾക്ക് കൂളായിട്ട് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ലോ പ്രഷർ കഴിഞ്ഞാൽ ഒരു ഹൈ പ്രഷർ ഉണ്ട്. ഇനി മലയാളം മീഡിയംകാർക്ക് എന്താണ്?
എന്താ മലയാളം മീഡിയംകാർക്ക് ഇത് പറയാനുണ്ടാവുക? സ്വാഭാവികമായിട്ട് ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ സംബന്ധിച്ച് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ ഇത് 6 മാർക്ക് വരെ നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് ആൻസർ ചെയ്യാൻ ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിർബന്ധമായിട്ടും ഇത് പഠിക്കുക. ഇത് പഠിച്ചിട്ടേ എക്സാമിന് നിങ്ങൾ പോവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കാര്യങ്ങളിലോട്ട് വരാം. ഇനി പ്ലാനറ്ററി വിൻഡാണ്. എന്താ ഇപ്പോൾ പ്ലാനറ്ററി വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയോ? അപ്പോൾ പ്ലാനറ്ററി വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് പ്ലാനറ്ററി വിൻഡാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ട്രേഡ് വിൻഡ്, ദെൻ വെസ്റ്റേർലീസ്. ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലാതെ എക്സാമിന് പോകാൻ പാടില്ല. ഏതൊക്കെയാണ്? ഒന്ന് കൂടെ പറഞ്ഞോളി. ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ്. മലയാളത്തില് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, അതുപോലെ തന്നെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇത് എവിടുന്ന് വീശുന്നു എന്നുള്ളതും ഇതിൻ്റെ പെക്യുലാരിറ്റീസും പഠിക്കാതെ നിങ്ങൾ പോവരുത്. ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾ അടിവരയിട്ടോളൂ. ദെൻ അടുത്തതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വിൻഡ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. നമ്മളുടെ കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എന്താണ് കൊറിയോലിസ് പ്രഭാവം? കൊറിയോലിസ് പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവും അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് ചെയ്യുന്നു? ചലനം സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഇടത്തോട്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ ചലനം സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കൊറിയോലിസ് എഫക്റ്റ് എന്നുള്ളത് വിളിക്കുക. അപ്പോൾ രണ്ടാമത്തതാണ് പ്രഷർ ഗ്രേഡിയൻ, മർദ്ദച്ചെരിവ് എന്ന് പറയും. മൂന്നാമത്തെ റീസൺ ആണ് ഫ്രിക്ഷൻ, ഘർഷണം. ഇത് 3ഉം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കൊറിയോലിസ് എഫക്റ്റ് എന്താണെന്നുള്ളത് പഠിക്കണം, പ്രഷർ ഗ്രേഡിയൻ്റ് എന്താണെന്നുള്ളത് പഠിക്കണം, ഫ്രിക്ഷൻ എന്താണെന്നുള്ളതും പഠിക്കണം. ഓക്കെ അല്ലേ? നിങ്ങൾ അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിന് നമുക്ക് പഠിക്കാനുണ്ടാവുക. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള 3rd ചാപ്റ്ററാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, മാനവശേഷി വികസനം ഇന്ത്യയിൽ എന്നുള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് വൺ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ 4 സ്റ്റേജസ് ഉണ്ടോ? ആർക്കറിയല്ലേ? അപ്പോൾ പഠിക്കുന്ന വലിയ ഏതോ സ്ഥലത്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യൂല? എക്സാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ. വ്യക്തികൾ സ്വയം പരിശ്രമിക്കുന്നു. ശരിയല്ലേ? ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അയാൾ സ്വന്തം എഫേർട്ട് കൊണ്ട് മാത്രം ലോകത്തിലെ ഫേമസ് പ്ലെയർ ആയി. ദെൻ ഫാമിലി ഗിവ്സ് യു സപ്പോർട്ട്. നമ്മളൊക്കെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? അത് നമ്മളെ ഫാമിലിയാ. ദെൻ മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഏജൻസീസ്. വിവിധ സ്ഥാപനങ്ങളും സംരംഭങ്ങളും അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും. ദെൻ ലാസ്റ്റ് വൺ, 4ാമത്തെ പോയിന്റ്, നേഷൻ പ്രൊവൈഡ്സ് യു സപ്പോർട്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ആരാ തരുന്നത്? ഗവൺമെന്റ് തരുന്ന സഹായങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയടോ. സ്കോളർഷിപ്പ് തരുന്നില്ലേ? 8ാം ക്ലാസ് വരെ ബുക്ക് തരുന്നില്ലേ? അതുപോലെ തന്നെ യൂണിഫോം തരുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാ സെറ്റപ്പുകളും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ആരാ? ഗവൺമെന്റ് ആണ്, നാഷൻ ആണ്. സോ ഇത് 4 പോയിന്റ് ക്ലിയർ ആവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദെൻ രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ്. പോപ്പുലേഷൻ സെൻസസിന്റെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നന്നായിട്ടൊന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ, മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുക, പറയുന്നില്ലേ? അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്ന് അറിയുക, ടു ക്വാണ്ടിഫൈ ഹ്യൂമൻ റിസോഴ്സസ്. രണ്ടാമത്തെ,
ടു എൻഷുർ ദ ബേസിക് ഫെസിലിറ്റീസ്. മൂന്നാമത്തതും അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ടു ഇവാലുവേറ്റ് ദ ഡെവലപ്മെൻ്റൽ പോളിസീസ്, അല്ലെങ്കിൽ പുതിയ പോളിസീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് എന്ത് കണക്കെടുക്കുന്നത്, പോപ്പുലേഷൻ കണക്കെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ മനസ്സിലാക്കി വെച്ചാൽ മാത്രം പോരാ മക്കളെ, എക്സാമിന് അത് ഉണ്ടാവുകയും വേണം. സോ ഇനി അടുത്തതാണ്, എന്തായാലും മിക്കവാറും 4 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും. ഹൗ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ എങ്ങനെ രാജ്യപുരോഗതിയിൽ പങ്കാളികളാവുന്നു, എങ്ങനെ ആവുക. അപ്പോൾ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരാളെ സ്കില്ല് കൂടും, സ്കിൽ വിൽ ഇംപ്രൂവ്, കഴിവ് കൂടിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ടെക്നോളജി യൂസ് ചെയ്യാൻ കഴിയും. ഹി നോസ് ഹൗ ടു യൂസ് ദ ടെക്നോളജി. ദെൻ ഇങ്ങക്ക് തന്നെ അറിയാലോ മക്കളെ, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ചെങ്ങായനെ സംബന്ധിച്ച് ടെക്നോളജിമേ വല്ലാതെ കളിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് ജോബ്, അയാൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് ഇൻകം. ഈ ഫ്ലോ ചാർട്ട് എഴുതിയാൽ മതി. ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. സോ ഒന്ന് നോക്കി, ഇതൊക്കെ നമ്മളെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് സ്കില്ലുണ്ടാവും. സ്കില്ലുണ്ടായിക്കഴിഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. ടെക്നോളജി യൂസ് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ജോബ് കിട്ടാൻ സിമ്പിളാണ്, ഇൻകം കിട്ടാൻ സിമ്പിളാണ്, അയാളെ ലൈഫ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഹൗ എഡ്യൂക്കേറ്റഡ് മാൻ കോൺട്രിബ്യൂട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ടാണ് എഴുതേണ്ടത് മക്കളെ. നിങ്ങൾ എഴുതും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് വെറും ഒരു വിശ്വാസമാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദെൻ എഡ്യൂക്കേഷൻ പോളിസീസ് ഓഫ് ഗവൺമെൻറ് ജസ്റ്റ് നോക്കിയാൽ മതി. സമഗ്ര ശിക്ഷാ അഭിയാൻ ഉണ്ട്, ICDS ഉണ്ട്, ദെൻ അതുപോലെ തന്നെ എന്താ പറയുക RUS ഉണ്ട്, രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ ഉണ്ട്, NSDMRS ഉണ്ട്, നാഷണൽ സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് മോണിറ്ററി റിവാർഡ് സ്കീം ഉണ്ട്. അത് ഒന്ന് പഠിച്ചാൽ മതി, ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ദെൻ 5ാമത്തത് ഹൗ ഹെൽത്തി പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ആരോഗ്യമുള്ള വ്യക്തികൾ, ആരോഗ്യമുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നല്ല തടിയും ബണ്ണും വലിപ്പമുള്ള ആൾക്കാരല്ല കേട്ടോ ഉദ്ദേശിച്ചത്. മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി ആൻഡ് വെൽബീങ് പീപ്പിൾ ആർ നോൺ ആസ് healthy person. So healthy person can contribute in the development of a country. അതിനെ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പോൾ സ്വാഭാവികമായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് 4 പോയിന്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ എന്താ പറയുക, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തുണ്ടാവും? എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനം ഉണ്ടാവും. 2ാമത്തതോ സാമ്പത്തിക വികസനം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ വിൽ ബി ഇൻക്രീസ്, ഉൽപാദനം കൂടും, പ്രൊഡക്ഷൻ വിൽ ബി ഇൻക്രീസ്ഡ്. ദെൻ അതുപോലെ തന്നെ ഹെൽത്ത്, ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഇങ്ങനെ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് അതിൻ്റെ 4 മാർക്കും കിട്ടും. അപ്പം എനിക്ക് ഒന്നുകൂടി നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ ചോദ്യം, ഈ 5ാമത് ഞാൻ എഴുതിയിരിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ 3ാമത് എഴുതി വെച്ചിട്ടുള്ള ചോദ്യം, ഇത് 90% മക്കളെ പഠിച്ചിട്ട് പോയാൽ മതി. വരും. അപ്പോൾ നിങ്ങൾ കൂളായിട്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു പ്രതീക്ഷ പ്രകാരം നിങ്ങൾ 3ാമത്തെ ചാപ്റ്ററും അടിപൊളിയാക്കി പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് പോവേണ്ടത് ഏത് ചാപ്റ്ററിലോട്ടാ? ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് ടേമിൽ പറയാം. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് 5ാമത്തെ ചാപ്റ്ററിൻ്റെ മെയിൻ എന്താ പറയുക ടോപ്പിക്കുകളാണ്. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ, എനിക്ക് ഭയങ്കര ഇഷ്ടം.
അപ്പോൾ ഈ അഞ്ചാമത്തെ ചാപ്റ്ററിൽ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ പബ്ലിക് ഡെപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, പൊതു ചെലവും പൊതു കടവും കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണടാ, എപ്പോഴൊക്കെയാണ് നിങ്ങൾ പെരയിൽ കടം കൂടൽ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് കടം കൂടൽ എന്നുള്ളതാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ച് എപ്പോഴൊക്കെയാടാ കടം കൂടുക, ഗവൺമെന്റിനെ സംബന്ധിച്ച് എപ്പോഴൊക്കെയാടാ ചെലവ് കൂടുക. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒന്ന് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ, ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ കടം കൂടും, പബ്ലിക് ഡെപ്റ്റ് കൂടും. രണ്ടാമത്തത് അതുപോലെ തന്നെ മിലിറ്ററി എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ ചെലവ് കൂടും. ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തത് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. ഗവൺമെന്റ് കുറേ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ ചെലവ് കൂടും അല്ലെങ്കിൽ കടം കൂടും. സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, കുറേ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഗവൺമെന്റിന്റെ ചെലവ് കൂടും. അപ്പോൾ എങ്ങനെയൊക്കെ സർക്കാരിന്റെ കടം കൂടും? അന്ന് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? കടം കൂടും. മിലിറ്ററി എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ കടം കൂടും. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ കടം കൂടും, അല്ലെങ്കിൽ ചെലവ് കൂടും. ചെലവ് കൂടിയാലാണല്ലോ കടം കൂടുക. സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒന്നും കടം കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇതും ക്ലിയർ ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തത് ബജറ്റ് 3 ടൈപ്പ്. 3 types ഓഫ് ബജറ്റിൻ്റെ 3 ടൈപ്പ് ഏതൊക്കെയാണ് ഞാൻ പറയാ. അതിനും കോഡ് ഇട്ട് വെച്ചാൽ മതി നിങ്ങളുടെ. എന്താണ് BDS? എന്താ BDS? ബാലൻസ്ഡ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ്, സർപ്ലസ് ബജറ്റ്. മലയാളത്തിലോ സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. ഒന്ന് കൂടെ പറയൂ. BDS. B ഫോർ ബാലൻസ്ഡ്, ദെൻ D ഫോർ ഡെഫിസിറ്റ്, S ഫോർ സർപ്ലസ്. ഇനി മലയാളത്തിലാണെങ്കിൽ എന്താ പറയാ? ഒന്ന് കൂടെ പറയൂ. ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലിതം, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മി ബജറ്റ്, ദെൻ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് ബജറ്റ്, അതായത് മിച്ച ബജറ്റ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ഇനി ലാസ്റ്റത്തത് അല്ലെങ്കിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ, നോൺ ടാക്സ് റവന്യൂ സോഴ്സസ്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ഇട്ടോളി. VIP അല്ലേ, അല്ലെങ്കിൽ വെരി ഗുഡ് അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നാവും. നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഏതൊക്കെയാടാ? ഞാനിതൊരു പാട്ടിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോൺ ടാക്സ് റവന്യൂ 5 അവകൾ അറിയൽ ഫർദാണ്. അവകൾ 5ഉം അറിയില്ലെങ്കിൽ SLC പൊട്ടും ഉറപ്പാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫീസാണ്, രണ്ടാമത്തത് ഫൈനാണ്, മൂന്നാമത്തതോ ഗ്രാൻഡാണ്, നാലാമത്തതോ ഇൻട്രസ്റ്റ് ആണ്, അഞ്ചാമത്തത് പ്രോഫിറ്റ് ആണ്. സോ നമുക്കൊന്ന് പാടി നോക്കാം. അപ്പോൾ നോൺ ടാക്സ് റവന്യൂ 5 അവകൾ അറിയൽ ഫർദാണ്. ഒന്നാമത്തത് ഫീസാണ്, രണ്ടാമത്തത് ഫൈനാണ്, മൂന്നാമത്തത് ഗ്രാൻഡാണ്, നാലാമത്തത് ഇൻട്രസ്റ്റ് ആണ്, അഞ്ചാമത്തത് പ്രോഫിറ്റ് ആണ്. വളരെ 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 സിമ്പിള്. ഇത് എന്തൊക്കെയാന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നാവും. അപ്പോൾ പാട്ട് ഒന്ന് നിങ്ങൾ പാടണം, ഒന്ന് കൂടെ പാടണം, ഒന്ന് നിങ്ങൾ ആടി പാടി കഴിഞ്ഞാൽ മദ്രസിനൊക്കെ പാടിയ പാട്ടുകളൊക്കെ ആരംഭിക്കാറും. അപ്പോൾ അതൊന്ന് പാടുന്നത് ഇത് നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ നന്നാവും. അപ്പം ഞാൻ ഒന്നും കൂടി പാട്ട് പാടിത്തരാം, അല്ലെങ്കിൽ കൂളാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പം നോൺ ടാക്സ് റവന്യൂ 5 അവകൾ അറിയൽ ഫർദാണ്. അവകൾ 5ഉം അറിഞ്ഞില്ലെങ്കിൽ SLC പൊട്ടും ഉറപ്പാണ്. ഒന്നാമത്തത് ഫീസാണ്, രണ്ടാമത്തത് ഫൈനാണ്, മൂന്നാമത്തതോ ഗ്രാൻഡാണ്, നാലാമത്തതോ ഇൻട്രസ്റ്റ് ആണ്, അഞ്ചാമത്തത് പ്രോഫിറ്റ് ആണ്. അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് GSTക്ക് ഒരു കൗൺസിലില്ല മക്കളെ. ഈ GST കൗൺസിലിൻ്റെ പണി ഡിറ്റർമിനിങ് GST റേറ്റ്സ്, അതുപോലെ തന്നെ സെസ്, ടാക്സ് ഏതൊക്കെയാണ് GSTയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു 5 പോയിന്റ് ഉണ്ടാവും. അതിൽ 4 എണ്ണെങ്കിലും നിങ്ങൾ പഠിക്കണം.
നിർബന്ധമായിട്ടും 4 നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് ഗോൾസ് ഓഫ് ഫിഷൽ പോളിസി. ധനനയം ഉണ്ടല്ലോ, ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം. ഇത് ഗോൾസ് എന്നുള്ളത് മാറിയിട്ട് ചിലപ്പോൾ എയിംസ് ഓഫ് ഫിഷൽ പോളിസി എന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിഷൽ പോളിസി എന്നോ അങ്ങനെ പല ടൈപ്പിൽ ചോയ്സ് ചെയ്യേക്കാം. ബട്ട് നമ്മൾ കൂളാണ്, നമ്മൾ അടിപൊളിയാണ്, അതുകൊണ്ട് നമ്മളത് കൂളായിട്ട് എഴുതി പോരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചത് വലിയ സ്ഥലത്താണ് അല്ലേ. അപ്പോൾ ഗോൾസ് ഓഫ് ഫിഷൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 4 ഉണ്ടായിരിക്കണം. ഒന്ന്, എൻഷുർ എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ദെൻ കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചേഴ്സ്, അനാവശ്യ ചെലവുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് നിയന്ത്രിക്കുക. ദെൻ 3-മത്തേതാണ് സ്വാഭാവികമായിട്ടും വിലക്കയറ്റം നിയന്ത്രിക്കുക അല്ലെങ്കിൽ വിലയിടിവ് നിയന്ത്രിക്കുക. കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ എന്ന് പറയും. ദെൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഗിവ് അല്ലെങ്കിൽ ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ആ 4 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അടിപൊളി അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 5-മത്തെ ചാപ്റ്റർ നമ്മൾ അരക്കി കളിച്ച് കുടിക്കി ചങ്ങായിമാരെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് 6-മത്തെ ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 6-മത്തെ ചാപ്റ്റർ കുറച്ച് ടഫാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ബട്ട് ടഫല്ല. 6-മത്തെ ചാപ്റ്റർ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനലൈസിസ് അല്ലേ. ഭയങ്കര പ്രയാസം തന്നെ പേരൊക്കെ അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ്, റിമോട്ട് സെൻസിങ്ങിൻ്റെ ടൈപ്പുകളില്ലേ, അത് ടൈപ്പുകൾ ഏതിൻ്റെയൊക്കെ ബേസിസിലുണ്ട്? സ്വാഭാവികമായിട്ടും ഓൺ ദ ബേസിസ് ഓഫ് എനർജി സോഴ്സ്, ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടൈപ്സ് ഉണ്ട്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിലും ഇതിന് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ എനർജി സോഴ്സിൻ്റെ ബേസിസിൽ 2 ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, പാസീവ് റിമോട്ട് സെൻസിങ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, പാസീവ് റിമോട്ട് സെൻസിങ്. പരോക്ഷ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ പാസീവിൽ സൂര്യൻ ഉണ്ടായിരിക്കും, ആക്റ്റീവിലോ സൂര്യൻ ഉണ്ടാവില്ല. അതേ വ്യത്യാസമുള്ളൂ. ക്ലിയർ? ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇനി മലയാളത്തിൽ പറയാന്നുണ്ടെങ്കിൽ പരോക്ഷ വിദൂര സംവേദനത്തിൽ സൂര്യൻ ഉണ്ടാവും, പ്രത്യക്ഷ വിദൂര സംവേദനത്തിൽ ആരുണ്ടാവില്ല? സൂര്യൻ ഈ ചെങ്ങായി ഉണ്ടാവില്ല ചങ്ങായിമാരെ, സൂര്യൻ്റെ സഹായം ആവശ്യം ഉണ്ടാവില്ല ആക്റ്റീവില്. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻഷിയേഷൻ. പിന്നെ ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ഏതൊക്കെ? 3 ഉണ്ട്. 1-മത്തത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. 2-മത്തത് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ 2-മത്തത് ഏതൊക്കെയാണ്? ഏരിയൽ റിമോട്ട് സെൻസിങ്. 3-മത്തത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഇങ്ങനെ 3 ടൈപ്പ് റിമോട്ട് സെൻസിങ്. ഇതിൻ്റെ ഒക്കെ ഡെഫിനിഷനും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ടൈപ്സ് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂളാണ്, ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി നോക്കാം. ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് കഴിഞ്ഞു. ദെൻ 2-മത്തെ ചോദ്യം ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ് അടിപൊളിയാണ്, ബട്ട് അതിന് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികൾ എന്തൊക്കെയാണ്? സിമ്പിളാണ്, നിങ്ങൾക്ക് എന്നെ അറിയ ചെങ്ങന്മാരെ എന്നെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ. ഏതൊക്കെയാണ്? വിമാനത്തിൻ്റെ കുലുക്കം ചിത്രീകരണത്തെ വളരെ മോശമായി ബാധിക്കും. ദെൻ വിമാനം ഉയരാനും ഇറങ്ങാനും വളരെ തുറസായ സ്ഥലം ആവശ്യമാണ്. വിസ്തൃതമായ സ്ഥലങ്ങളുടെ ചിത്രീകരണം സാധ്യമല്ല. ദെൻ ലാസ്റ്റത്തെ വിമാനം ഇന്ധനം നിറക്കാൻ ചെറിയ ചെലവൊന്നല്ലല്ലോ, വലിയ ചെലവെന്നുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയംകാർ ഇനി എന്താ പറയുക? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാരെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഷേക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ് വിൽ എഫക്ട് ദ ക്വാളിറ്റി ഓഫ് ഫോട്ടോഗ്രാഫ്സ്. 2-മത്തത് ദ എയർക്രാഫ്റ്റ് നീഡഡ് ഓപ്പൺ സ്പേസ് ഫോർ റീടേക്കിംഗ് ആൻഡ് ഫില്ലിംഗ്. അല്ലെങ്കിൽ എന്താ പറയുക, പറന്നുയരാനും പറന്നിറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ടു ടേക്ക് ദ ഫോട്ടോഗ്രാഫ്സ് ഓഫ് വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് ഏരിയ. കുറേ ഏരിയാസിൻ്റെ ഫോട്ടോഗ്രാഫി നമ്മളെ ഏരിയൽ റിമോട്ട് സെൻസിങ് നടക്കൂല. ദെൻ ദ റീഫ്യൂലിംഗ് ഈസ് വെരി എക്സ്പെൻസീവ്, വെരി കോസ്റ്റ്ലി.
അല്ലേ, നല്ല നല്ല പ്രീമിയാണ് എന്നൊക്കെ പറയാം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് സൺ സിൻക്രോണസ് സാറ്റലൈറ്റ്. ഇത് ഞാൻ പറയുന്നു 6 മാർക്കിന് ഏതെങ്കിലും ഒരു എക്സാമിന്, നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ആ ടേബിൾ ഉണ്ട്, ടേബിൾ അങ്ങനെ തന്നെ പഠിക്കണം, അങ്ങനെ തന്നെ പഠിക്കണം. വെരി വെരി VVIP എന്നൊക്കെ ഇട്ടോളിങ്ങൾ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി. അത് വളരെ സിമ്പിളാണ്. യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുറേ ഉണ്ട് അതിൽ. ഓയിൽ എക്സ്പ്ലോറേഷൻ, ഓഷ്യൻ എക്സ്പ്ലോറേഷൻ ടു ഐഡൻറ്റിഫൈ ഫ്ലഡ് ആൻഡ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ്. അങ്ങനെ എന്താ പറയുക, കുറേ വെതർ കണ്ടീഷൻ അനലൈസിസ്, അതായത് കാലാവസ്ഥാ നിരീക്ഷണത്തിന്, സമുദ്ര പര്യവേക്ഷണത്തിന്, എണ്ണ പര്യവേക്ഷണത്തിന്, അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറേ പഠിക്കാനുണ്ട്. അതിലൊരു 4 പോയിന്റ് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയുള്ളൂ. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കോ ഇല്ലല്ലോ, എന്നാ പറ. അപ്പോൾ 4 പോയിന്റെങ്കിലും ഒന്ന് പഠിക്കണം. ദെൻ അനലൈസിസ് ഓഫ് GIS അനലൈസിസ്, എന്താ പറയുക, ഓവർലേ അനലൈസിസ്, ബഫർ അനലൈസിസ്, നെറ്റ്വർക്ക് അനലൈസിസ്. മലയാളത്തിൽ ഓവർലേ വിശകലനം, ആവർത്തി വിശകലനം, ശൃംഖല വിശകലനം. അതെന്താന്നുള്ളത് പഠിച്ചിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പോവണ്ട. ദെൻ യൂസസ് ഓഫ് GISന്റെ യൂസസ് എന്തൊക്കെയാണ്? അതായത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന്, പട്ടിക നിർമ്മിക്കുന്നതിന്, ദെൻ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അടിപൊളിയാവും എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷനായിട്ട് വരുന്നതുള്ളത്. ദെൻ അടുത്തൊരു ടേമിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ ഇന്നെ വാച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൂടെ നിന്നിട്ടുള്ള പ്രിയ കൂട്ടുകാർക്ക് താങ്ക് യു. അപ്പം നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് 2ാമത്തെ ഘട്ടത്തിലോട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു. സി യു. ബൈ.